ഹലോ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫീൽഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഷോർട്സിലൊക്കെ കണ്ടറിയാം, ഞാൻ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഒരുങ്ങിയൊരു സോഫ്റ്റ് ഗ്ലാം ലുക്കിൽ പോകണമെങ്കിൽ ഈ വീഡിയോ കണ്ടു നോക്കുക. ഞാൻ ഷോർട്സിൽ ഒരു ഫംഗ്ഷന് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എങ്ങനെ പോകാമെന്ന് വെച്ച് ഈ വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ക്ലീൻ ഫേസിലായിട്ട് ഇരിക്കണേ, ഒന്നും ഞാൻ തേച്ചിട്ടില്ല, ഒരു സൺസ്ക്രീനോ ഒന്നും ഞാൻ തേച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എന്തായാലും. അപ്പോൾ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ബ്രൈഡ്സ് ആവുന്നവരോ ഗ്രൂംസ് ആവുന്നവരോ അല്ലെങ്കിൽ ഗസ്റ്റ് ലുക്കോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഐറിസ് മേക്ക് ഓവറിന് മെസ്സേജ് ചെയ്യുക. ഞാൻ ഇൻസ്റ്റാ പേജ് കൊടുക്കാം, താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ കോണ്ടാക്ട് ചെയ്യാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് PACയുടെ ഒരു ടോണർ ഒന്ന് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടി നമുക്ക് ടോണർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല മണമാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മളൊന്നും ചെയ്യണ്ട, തനിയെ അത് അബ്സോർബ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് ലിപ് ബാം ഒന്ന് അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നമ്മുടെ ചുണ്ട് ഡ്രൈ ആയിരിക്കും. അപ്പം നമ്മൾ ആ സമയത്ത് ഇടാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക് ശരിക്കും ഇടാൻ പറ്റില്ല. ലിപ് ലൈൻ ചെയ്യുമ്പോഴൊക്കെ ആയാലും നമ്മളത് റിമൂവ് ചെയ്യേണ്ടി വരും. അപ്പം ഇത്രയും നേരം നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് ലിപ് ബാം ഇട്ട് കഴിഞ്ഞതിന് മുമ്പ് ലിപ് ബാം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടും ഒന്ന് ഹൈഡ്രേറ്റ് ആയിട്ട് കുറച്ച്. സോ നെക്സ്റ്റ് വന്നത് നമുക്ക് മേക്കപ്പിൽ ഏറ്റവും അത്യാവശ്യമായത് നമ്മുടെ സ്കിന്നിന് ബേസ് ആണ്. അപ്പോൾ സ്കിന്ന് ബേസ് എന്ന് പറയുന്നത് നമുക്ക് പ്രൈമർ യൂസ് ചെയ്യാം. അപ്പം ഞാൻ പ്രൈമറും മോയ്സ്ചറൈസറും രണ്ടും കൂടി ഉള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത്. ഇത് എംബ്രിയോളിസിൻ്റെ ഒരു അടിപൊളി സൂപ്പർ മോയ്സ്ചറൈസറും പ്രൈമറും ആണ്. ഞാൻ ചില സമയത്ത് ഇത് മാത്രമേ ഇടാറുള്ളൂ, അല്ലെങ്കിൽ ഇതിട്ടിട്ട് ഞാൻ വേറെ പ്രൈമറും കൂടി ഇടാറുണ്ട്. അപ്പം ഇപ്പൊ സോഫ്റ്റ് ഗ്ലാം ലുക്കിന് നമുക്ക് ഈ ഒരു സംഭവം മതി. ഇത് ഇടുമ്പോൾ തന്നെ നല്ലൊരു ഗ്ലോ തന്നെ കിട്ടും. ഇത് മാത്രം ഇട്ടാൽ തന്നെ നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യണത്. അപ്പോൾ അതിൻ്റെതായ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. കണ്ണിൻ്റെ അവിടെ ഒരിക്കലും ഈ പ്രൈമറോ മോയ്സ്ചറൈസറോ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഇടരുത്. അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഐ പ്രൈമർ എന്ന് പറഞ്ഞിട്ട് സംഭവം വാങ്ങാൻ കിട്ടും. അത് നമ്മൾ ഐ മേക്കപ്പ് ചെയ്യണേക്കാൾ മുമ്പ് അതിട്ട് കൊടുത്തിട്ട് അത് ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ കൺസീൽ ചെയ്തിട്ട് വേണം ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ. കണ്ടോ, ആ ഡ്രൈനെസ് മാറി ഇപ്പോൾ ഒരു ചെറിയൊരു ഗ്ലോ പോലെ വന്നു. അപ്പം നെക്സ്റ്റ് നമുക്ക് ഐ മേക്കപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് മേക്കപ്പിൽ ഏറ്റവും എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ഭാഗമാണ് ഐ മേക്കപ്പ്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. 2 ഷെയ്ഡ് കൊടുക്കുന്ന രീതിയിൽ, 2 ഷെയ്ഡ് ഒരു ഗ്ലിറ്ററും കൊടുക്കുന്ന രീതിയിലാണ് ചെയ്യുന്നത്. നമ്മൾ ഫോറവറിൻ്റെ ഒരു കൺസീലർ എടുത്തിട്ട് നമുക്ക് 2 കണ്ണിലും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ ഇടുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര കൂടുതലായെന്ന്. പക്ഷെ നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ സ്കിൻ ടോണിൽ തന്നെ ബ്ലെൻഡ് ആകുമ്പോൾ അത് കുറഞ്ഞ് വരും. ഈ ഒരു ലുക്ക് നമുക്ക് ഒരു ക്രിസ്ത്യൻ ബ്രൈഡിനും പിന്നെ എന്താ പറയുക, ഒരു വെഡ്ഡിങ് റിസപ്ഷനോ ഈ ഒരു മേക്കപ്പ് കൊടുക്കാൻ പറ്റും. മോസ്റ്റ്ലി സോഫ്റ്റ് ഗ്ലാം ലുക്ക് കൂടുതലും ക്രിസ്ത്യൻ ബ്രൈഡ്സിനാണ് ചെയ്യാറ്. നെക്സ്റ്റ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം സെറ്റിംഗ് പൗഡർ വെച്ചിട്ട്. എന്നാലേ നമുക്ക് ഐ മേക്കപ്പ് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ലൈൻസ് വീഴാൻ ചാൻസ് ഉണ്ട്. നമ്മൾ എന്ത് കൺസീലർ എന്നിട്ടാലും നമ്മളത് പൗഡർ കൊണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് PACയുടെ സെറ്റിംഗ് പൗഡർ ആണ്, നല്ല അടിപൊളി. PACയുടെ ബ്രാൻഡ്സ് ഒക്കെ നല്ല നല്ല ബ്രാൻഡ്സ് ആണ്. ഫൗണ്ടേഷനും ഞാൻ കൂടുതലും PAC ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് ഫൗണ്ടേഷനിലൊക്കെ. പിന്നെ കൺസീലറിൽ ലിക്വിഡ് കൺസീലർ ഫോറവറിൻ്റെയും പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ ഷോപ്പാരലിൻ്റെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ ഫേവറേറ്റ് പാലറ്റ് ആണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ആണ്.
100 ഷെയ്ഡ്സ് ഉണ്ട് ഇത്. ഫസ്റ്റ് തന്നെ നമുക്ക് ഒരു ലൈറ്റ് നമ്മുടെ കണ്ണിന്റെ ഇത് ഈ ഒരു ഷെയ്ഡിൽ തന്നെ ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ഇട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഷെയ്ഡ് അല്ല, തീർന്നു. ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഇവിടുന്ന് ഔട്ടർ കോർണറിൽ നിന്ന് ഇന്നർ കോർണറിലേക്ക് നമ്മൾ ഫുള്ള് അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ കയറ്റി കൊടുക്കട്ടെ. നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ തന്നെ ഡാർക്ക് ഷെയ്ഡ് ഇട്ട് കൊടുക്കട്ടെ, ബ്രൗണിൻ്റെ. ഞാനിപ്പോൾ ഇതാ എടുക്കുന്നത്. നേരത്തെ ഇതായിരുന്നു എടുത്തതിന്, നമുക്കിത് നെക്സ്റ്റ് ഇതെടുക്കാം. ഇതെടുത്തിട്ട് നമ്മുടെ ഈ സെൻറ്റർ ഐബോളിൻ്റെ അവിടെ ജസ്റ്റ് കുറച്ച് അത് കഴിഞ്ഞിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അവിടെ മാത്രമേ പാടുള്ളൂ, ഈ ഒരു സെക്ഷൻ മാത്രം. നമ്മൾ മുകളിലേക്ക് കയറി പോരുത് ഒരിക്കലും. അതേപോലെ തന്നെ ഇപ്പുറത്ത്. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് അതെടുത്തിട്ട് നമ്മൾ ഔട്ടർ കോർണറിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇവിടെ കുറച്ച് ഡാർക്കായിട്ട് കൊടുക്കുമ്പോൾ കണ്ണിന് കുറച്ചും കൂടി ഒരു പ്രൊജക്ഷൻ കൂടുതൽ കിട്ടും, കുറച്ച് അട്രാക്ഷൻ കിട്ടും. നല്ലോണം ബ്ലെൻഡ് ചെയ്യണേ, അല്ലെങ്കിൽ ലൈൻ വരെ, അല്ലെങ്കിൽ നമ്മൾ ഈ ബ്ലെൻഡ് ചെയ്ത് ശരിയായില്ലെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. ശരിക്കും നല്ലോണം ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ ബിഗിനറൊക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ആ ഒരു ഇത് ഈ ഭാഗത്തുനിന്ന് വിട്ടു പോകാണ്ടിരിക്കാൻ ടേപ്പൊക്കെ ഒട്ടിച്ചിട്ട് നമുക്ക് ചെയ്യാം. ഏറ്റവും നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗത്തേക്ക് ഒരിക്കലും ഐ ഷാഡോ ഇടരുത്, അത് ഭയങ്കര ബോറായിരിക്കും. അപ്പൊ നമ്മൾ ഈ ഒരു ഭാഗം മാത്രം ഐ ഷാഡോ വരാൻ ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമുക്ക് ഒരു ഗ്ലിറ്ററി എഫക്റ്റ്. നമുക്ക് മാറ്റ് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നിർത്താം, അല്ല കുറച്ച് ഗ്ലിറ്ററി ഒരു അങ്ങനത്തെ ലുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറുതായിട്ട് ഷിമ്മർ ആഡ് ചെയ്യാം. ഇതാണ് ഞാൻ പൊതുവേ ബ്രൈഡ്സിന് യൂസ് ചെയ്യാറ്, ഒരു ഗോൾഡൻ ഒരു ഇത്. നമുക്കിത് അതിൻ്റെ താഴെയുള്ളൊരു ഷിമ്മർ. നെക്സ്റ്റ് നമുക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് ഞാൻ എൻ്റെ കിറ്റിയിൽ നിന്ന് എടുക്കല്ല, ഇത് ഞാൻ പേഴ്സണൽ യൂസിന് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതും PACയുടെ തന്നെയാണ്. നമ്മൾ ബ്രൗണും ചിലവർ ബ്ലാക്ക് മാത്രം ഇട്ട് ചെയ്യും. അത് അത്രയും നല്ല കട്ടിയുള്ള ഐബ്രോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ഇട്ട് ചെറിയ ലൈറ്റായിട്ട് ബ്ലാക്ക് ഇട്ട് നമുക്ക് ചെയ്യാം. പക്ഷെ ഇപ്പോൾ എൻ്റെ പോലത്തെ ഒക്കെ പുരുകമാണെങ്കിൽ ഞാൻ ചെയ്യാറുള്ളത് ബ്രൗണും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒന്ന് ജസ്റ്റ് ഇതിനകത്തുള്ള എക്സ്ട്രാ ഉള്ള പൗഡർ ഇതിനകത്ത് കളഞ്ഞിട്ടാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഐബ്രോന്റെ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൽ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ടിപ്പൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ പോയി കാണട്ടോ. നെക്സ്റ്റ് നമുക്ക് കണ്ണൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കട്ടെ. നിങ്ങൾക്ക് പൗഡർ ഇട്ട് സ്മഡ്ജ് ചെയ്യണമെങ്കിൽ സ്മഡ്ജ് ചെയ്യാം, സ്മഡ്ജ് ചെയ്ത് കുറച്ച് സ്മോക്കി എഫക്റ്റ് കുറച്ച് ടെയിലൊക്കെ ഇട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ലൈൻ ചെയ്യണുള്ളൂ കേട്ടോ. ഉണ്ടോ, സ്വിസ് ബ്യൂട്ടിയുടെ ഐലൈനറാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ലാഷസ് കൊടുക്കാം. മെബലൈൻ്റെ ലാഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചില സമയത്ത് വോളിയം, എനിക്കധികം വോളിയം ഇല്ല, അപ്പോൾ ഇത് ഇങ്ങനെ ഫോറവറിൻ്റെ വോളിയം മസ്കാര ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ ലാഷ് വെക്കുക ചെയ്യാറ് ബ്രൈഡ്സിനൊക്കെ. ചിലർക്ക് ലാഷ് വേണ്ടാന്ന് പറയുമ്പോൾ നമ്മൾ ഈ വോളിയം മസ്കാരയാണ് ഇടാറ് കേട്ടോ.
ലെൻസ് വെക്കേണ്ടവർ ഫസ്റ്റ് മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണേക്ക് മുമ്പ് നമ്മൾ ലെൻസ് വെക്കണം. നമ്മൾ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ലെൻസ് വെക്കാൻ പറ്റില്ല എന്ന് പറയല്ല, കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അതുമ്മ പിടിച്ച് ചെയ്യുമ്പോഴൊക്കെ ഒന്നില്ലെങ്കിൽ അതിൻ്റെ പൊടി കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ പോകും. അപ്പോൾ അതിനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ലെൻസ് വെക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മേക്കപ്പ് ചെയ്യണേക്ക് മുമ്പ് വെക്കാം. അപ്പോൾ ഫേസിൽ നമുക്ക് ഈ ചെറിയ ചെറിയ സ്പോട്ട്സും ഇപ്പോൾ ഈ എൻ്റെ ഇവിടെ കണ്ടോ കുരു വന്നതിന് ചെറിയ റെഡ് ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എൻ്റെ ടോൺ നിങ്ങളുടേതായ ടോണിലേക്ക് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പോകണമെങ്കിൽ ഇപ്പോൾ ഒരു ഫംഗ്ഷന് ഐ മേക്കപ്പ് മാത്രം ജസ്റ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ലുക്ക് ഉണ്ടാവില്ല. നമ്മൾ എത്ര ഹെയർ ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്താലും ഇങ്ങനെ ചെയ്തിട്ട് പോയാൽ ഒരു കംപ്ലീറ്റ് ലുക്ക് ഉണ്ടാവില്ല. നമ്മൾ അതിൻ്റെതായ പെർഫെക്ഷൻ തന്നെ ചെയ്യണം. അപ്പം നമുക്ക് നെക്സ്റ്റ് കൺസീലർ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ ഷോപ്പാരലിൻ്റെയാണ് ഞാൻ ഫേസ് കൺസീലർ യൂസ് ചെയ്യുന്നത്. ഓവർ പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓറഞ്ച് ഷെയ്ഡൊക്കെ ഇട്ട് നമ്മൾ കളറ് കറക്റ്റ് ചെയ്യണം. അല്ല ഇപ്പോൾ കുറച്ച് നോർമൽ നമുക്ക് ഈ ജസ്റ്റ് നമ്മുടെ ഷെയ്ഡിൻ്റെതായ ഒരു ഇതിട്ടാൽ പോയെങ്കിൽ നമ്മൾ അതന്നെ ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഓറഞ്ച് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ചിലപ്പോൾ ആ ഒരു ഓറഞ്ച് ഷെയ്ഡ് കയറി വരാൻ ചാൻസ് ഉണ്ട്. ഈ താഴെ ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡ്സ് ചിലവർ കൂടുതലും ഇംഗ്ലീഷ് സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ താഴെ നമ്മൾ ഒരിക്കലും ബ്ലാക്ക് കൊണ്ട് ചെയ്താറില്ല. ചില സമയത്ത് ഞാൻ ബ്രൗൺ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ താഴത്തെ ഈ വാട്ടർ ലൈനിൻ്റെ താഴെ നമ്മൾ ചെറിയൊരു ബ്രൗൺ ഷെയ്ഡ് ഐ ഷാഡോ എടുത്തിട്ട് നമ്മൾ ഇവിടെ സ്മഡ്ജ് ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഹിന്ദു ബ്രൈഡ്സിനൊക്കെയാണ് നമ്മൾ നല്ലോണം കറുത്ത കാജൽ വെച്ച് നല്ലോണം എഴുതാം. അല്ലെങ്കിൽ ബ്രൈഡ്സ് പ്രിഫർ ചെയ്യണ പോലെയാണ് താഴെയും മുകളിലും എഴുതണ എന്ന് പറയണവർക്കാണ് ഞാൻ എഴുതി കൊടുക്കാറ് കേട്ടോ. അതുപോലെ കൺസീലർ ഫുള്ള് ഫേസ് ഇടണവർ കുറേ പേരുണ്ട്. ഫുൾ ഫേസ് ഇടണ്ട, നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഐബ്രോൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ കൺസീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടിയിൽ ജസ്റ്റ് ഇങ്ങനെ കൺസീൽ ചെയ്യേണ്ട ഭാഗം മാത്രം ഈ കണ്ണടയ്ക്ക് കാണാൻ പറ്റണ്ടേ, ഫുള്ള് ബ്ലറായിരിക്കും. അപ്പോൾ ഐബ്രോ കുറച്ചും കൂടി ഇങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കും. നമുക്ക് ലാസ്റ്റ് ചെയ്യാം എന്തായാലും. ടോൺ കറക്റ്റ് ആക്കുക, അതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. പിന്നെ നമ്മൾ ഫൗണ്ടേഷൻ ഇട്ട് സെറ്റാക്കും. ഞാൻ എൻ്റെ മേക്കപ്പ് പഠിച്ചത് നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും സൂര്യ ആയിഷാനെ SJ സെലിബ്രിറ്റി എന്ന് പറഞ്ഞ ഗുരുവായൂരായിരുന്നു ഞാൻ മേക്കപ്പ് പഠിച്ചത്. 2 month കോഴ്സായിരുന്നു. മേക്കപ്പ്, ഹെയർ, സാരി മൂന്നുമാണ് അവിടെ പഠിപ്പിക്കുന്നത്. അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ മേക്കപ്പ് പഠിക്കാനും ആഗ്രഹമുള്ളവരും അവരെ കോണ്ടാക്ട് ചെയ്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെയൊക്കെ ചെയ്താൽ ഐ ഷാഡോ പോവില്ല. നമ്മൾ അത്രയും സെറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഐ ഷാഡോ ഒക്കെ ഇട്ടത്. അപ്പം അതുകൊണ്ട് നമ്മൾ എങ്ങനെയൊക്കെ തൊട്ടാലും അത് പോവില്ല. കണ്ടോ, ഇപ്പോൾ ആ ഐബ്രോന്റെ ഭാഗം ഞാൻ കൺസീൽ ചെയ്തപ്പോൾ ഐബ്രോന്റെ ഒരു ആ ഷേപ്പും കാര്യങ്ങളും അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള ഹെയർസും കാര്യങ്ങളൊക്കെ അത് കവറപ്പ് ആക്കി കിട്ടും. പക്ഷെ ബ്രൈഡ്സ് ആകുമ്പോൾ എന്തായാലും മസ്റ്റായിട്ടും ത്രെഡ് ചെയ്യണം. അതേപോലെ എയർ ബ്രഷ് ഒക്കെയാണ് ചെയ്യണമെങ്കിൽ ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യണം കേട്ടോ. അത്
ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ഈ ഫേഷ്യൽ ഹെയർസ് ഒക്കെ പൊന്തി നിൽക്കും. പ്രത്യേകിച്ച് എയർ ബ്രഷ് മേക്കപ്പ് ചെയ്യുമ്പോൾ അത് ഏറ്റവും ലൈറ്റ് ആയിട്ടുള്ള മേക്കപ്പാണത്. ചിലവര് ഈ കൺസീലർ മാത്രമൊക്കെ ഇട്ട് നമ്മൾ ബേസ് നിർത്തും, സ്റ്റോപ്പ് ചെയ്യും. അത് അത്രയും ക്ലിയർ ആയിട്ടുള്ള നല്ല സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം കൺസീലറിൽ. ജസ്റ്റ് ഒരു ഗസ്റ്റ് ലുക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളൊരു ബ്രൈഡ് ആണെങ്കിൽ നമ്മൾ എന്തായാലും മസ്റ്റായിട്ട് ഫൗണ്ടേഷൻ യൂസ് ചെയ്യണം. അല്ലേ, ഞാൻ പറഞ്ഞ പോലെ തന്നെ PACD ആണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് മിക്സ് ചെയ്യും കുറച്ച്, ഇത് ഫെയറും ഒരു ഡാർക്ക് ഷെയ്ഡും കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ടാണ് എൻ്റെ ടോൺ ആക്കുന്നത് കേട്ടോ. നമുക്ക് ഒരു ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാം. ഇത് നമ്മൾ ഫുൾ അപ്ലൈ ചെയ്യണം കേട്ടോ, എന്നാലേ ആ ഒരു കവറേജും കാര്യങ്ങളും കിട്ടുള്ളൂ. എന്തോരം പേർക്ക് മേക്കപ്പ് പഠിക്കാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ മേക്കപ്പിനോട് അത്രയും ക്രേസ് ഉള്ളവർ ആരൊക്കെയുണ്ടെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. ഇനി ഏത് ലുക്കാണ് കാണണ്ടതെന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പോൾ ഐ മേക്കപ്പ് മാത്രമാണ് വേണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ബിലോ. ചിലവർക്ക് ചില ബ്രൈഡ്സ് പറയും യെല്ലോ ടോൺ കൂടരുത്, അവരുടെ ഓൺ ടോണിൽ തന്നെ ചെയ്യണം എന്നൊക്കെ കുറേ ബ്രൈഡ്സ്, മിക്ക ബ്രൈഡ്സും ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള മിക്ക ബ്രൈഡ്സും പറയാറുള്ള ഒരു ഇതാണ് യെല്ലോ ടോൺ കൂടരുതെന്ന്, മഞ്ഞപ്പിക്കരുതെന്നൊക്കെ പറയും കുറേ പേര്. ചിലർ ഡാർക്ക് ടോണൊക്കെ ആണെങ്കിൽ കൂടുതലും വെളുപ്പിക്കരുത്, ഓൺ ടോൺ, എല്ലാവർക്കും ഓൺ ടോൺ മതി. പക്ഷെ നമ്മൾ ഓൺ ടോണിൽ തന്നെ ചെയ്യുക, പക്ഷെ ഒരു പൊടി ലേശം കയറ്റിയിട്ട് ചെയ്താലേ നമ്മൾ ഫേസ് കാണാനും ലാസ്റ്റ് ഫൈനൽ ലുക്ക് കാണാനും ഭംഗിയുണ്ടാവുള്ളൂ ബ്രൈഡ്സിന്. ഇവിടെ ഒന്നും കൂടി ഫൗണ്ടേഷൻ ഐബ്രോൻ്റെ അതേ ഷേപ്പിൽ തന്നെ ഒന്നും കൂടി ഇങ്ങനെ വരച്ചു കൊടുക്കാം, കുറച്ചും കൂടി ഈവൺ ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ മൂക്കിൻ്റെ അവിടെയൊക്കെ നമ്മുടെ സ്കിന്ന് കാണരുത്, സ്കിന്ന് കാണാത്ത തരത്തിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സ്കിന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അത് സ്കിന്ന് വേറെ ആയിട്ട് നിൽക്കും. നമ്മൾ എത്ര ബ്ലെൻഡ് ചെയ്താൽ ശരി, നമ്മൾ എല്ലായിടത്തും ഒരേപോലെ തന്നെ ചെയ്ത് കൊടുക്കണം. നല്ലോണം ബ്ലെൻഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 5 minutes കഴിയുമ്പോൾ തന്നെ ഇത് ഫേസിലേക്ക് അബ്സോർബ് ആവും. നമുക്കിത് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ബ്ലെൻഡർ തുടയ്ക്കരുത്, ജസ്റ്റ് നമ്മൾ ടാപ്പ് ചെയ്ത് ഡാബ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുക. അതേപോലെ ഇങ്ങനെ ഒന്നും ഉരയ്ക്കരുത്. ഫ്ലാറ്റ് ബ്രഷ് എടുത്തിട്ട് നമുക്കിത് കോണ്ടൂർ ചെയ്യാം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് എങ്ങാനും എടുത്തിട്ട് വേണമെങ്കിൽ മാത്രം. ഷാർപ്പായിട്ടുള്ള മൂക്കൊക്കെ ആണെങ്കിൽ കോണ്ടോറിങ്ങിൻ്റെ ആവശ്യമില്ല. അതേപോലെ ഷാർപ്പായിട്ടുള്ള ജോ ലൈനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നെയാണ് കേട്ടോ. അതേപോലെ ഇവിടെ നമുക്ക് ചെയ്യാം. ഇവിടെ കുറേ ബഡ്ജിങ് ഉള്ളവർ മാത്രം ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒന്നും കൂടി ഇങ്ങനെയാവും, പൊട്ടിപ്പോവും. നെക്സ്റ്റ് ഫൈനൽ സംഭവം നമുക്ക് ലിപ്പ് ലൈൻ ചെയ്ത് ലിപ്സ്റ്റിക് ഇടാം. ഞാൻ ഇത് മാർസിൻ്റെ ഒരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ഞാൻ കൊടുക്കുന്നത്.
ലിപ് ലൈനർ എപ്പോഴും നല്ല ഡാർക്ക് ലിപ് ലൈനർ ആണ്, എന്നാലേ ആ ചുണ്ടിന്റെ ഷേപ്പ് കിട്ടും. ഇത് ബ്ലെൻഡ് ചെയ്യരുത് എന്ന് വെച്ചാൽ ഉള്ളിൽ നമുക്ക് വേറൊരു ലൈറ്റ് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് മൊത്തത്തിൽ ബ്ലെൻഡ് ചെയ്യാം. ചില സമയത്ത് ലിപ് ലൈനർ ഇട്ട് നമ്മളിത് ഫുള്ള് ബ്ലെൻഡ് ചെയ്യും. ലിപ് ലൈനർ ഫുള്ള് ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മളൊരു ലിപ്സ്റ്റിക് ഇടാറ്. അപ്പോൾ അത് വേറൊരു ലുക്ക്. നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ലൈറ്റ് സോഫ്റ്റ് ലുക്ക് അല്ലേ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കുറച്ച് ന്യൂഡാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ ഞാൻ യൂസ് ചെയ്യുന്നത് സ്റ്റേസിൻ്റെ ബ്രാൻഡാണ്. സ്റ്റേസ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് മാത്രമായിട്ട് ഈ ഒരു ഷെയ്ഡ് മാത്രമായിട്ട് ഇട്ടാൽ വാഷ് ഔട്ട് ആവും, നല്ലോണം വാഷ് ഔട്ട് ആവും. അപ്പം അതുകൊണ്ട് ഞാനിങ്ങനെ ലൈൻ ചെയ്തിട്ടാണ് ഞാൻ ഇതിടാറ്. ഇതിട്ട് കഴിഞ്ഞിട്ട് ഈ ഗ്ലോസും കൂടി ഞാൻ ഇടും, എന്നിട്ടാണ് ഒന്ന് സ്റ്റൊപ്പി കളയുക, ആ ഗ്ലോസ് കളയുക. അപ്പം നമ്മൾ എത്ര വെള്ളം കുടിച്ചാൽ എത്ര ഭക്ഷണം കഴിച്ചാലും ഇത് പോവില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇതിന് വേറൊരു ഷെയ്ഡും കൂടി ഉണ്ട്, അത് ഞാൻ ഇട്ടിട്ട് തീർന്നു. ഇത് വെറുതെ ഇട്ട് ഞാൻ ചുണ്ടുണ്ടോ എന്നൊക്കെ തോന്നും. കണ്ട എനിക്ക് ഇപ്പോഴേ തോന്നില്ല. അത് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിൽ ആ ലിപ് ഗ്ലോസും കൂടി ഇട്ടു. ഗ്ലോസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഈ ഒരു പാകത്തിൽ തന്നെ വെക്കാം. അല്ല, ഗ്ലോസ് അത്രയും ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ നമുക്കിത് കുറച്ച് വൈപ്പ് ചെയ്ത് കളയാം. കണ്ടോ, നല്ല ഷെയ്ഡല്ലേ. നെക്സ്റ്റ് നമുക്കൊന്ന് കുറച്ച് ബ്ലഷ് ഇടാം. ബ്ലഷ് ഇല്ലാത്ത എന്ത് മേക്കപ്പ് ആണല്ലേ. അപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡാണ് ഞാൻ ബ്ലഷ് ഇടുന്നത്. കൈ കൊണ്ട് തന്നെ. എൻ്റെ ഇപ്പോൾ ഇതുപോലത്തെ സ്ലിം ആയിട്ടുള്ള ഫേസ് ഒക്കെയാണ്, നമ്മൾ യു ഷേപ്പിൽ വേണം ബ്ലഷ് ഇടാൻ. ജസ്റ്റ് നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒട്ടിപ്പോവും. അപ്പോൾ നമ്മൾ യു ഷേപ്പിലിട്ട് ഇവിടെ ഒരു കുറച്ച് തുടുപ്പ് പോലെ തോന്നും. അതേപോലെ ഇവിടെ കുറച്ച് ബ്രോഡായിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് സി ഷേപ്പിലിട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലൊരു, ഇവിടെ ഒന്ന് ഒതുങ്ങി കിട്ടുകയും ചെയ്യുന്ന നല്ലൊരു ഭംഗിയുണ്ട്. ബ്ലഷ് ഇടുമ്പോൾ എപ്പോഴും ചിരിക്കുക. മൂക്കുമ്മയും ഇവിടെ. നെക്സ്റ്റ് ഹൈലൈറ്റർ. ഇതും PACD ആണ്. വേറെ ഹൈലൈറ്റേഴ്സ് ഉണ്ട്. നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹൈലൈറ്റർ ആണ് കേട്ടോ. കുറച്ചെടുക്കുക. ഇവിടെ നോസിൻ്റെ ഇവിടെ ഇടണ ഒരു ട്രെൻഡ് ഇപ്പം ഇല്ല. ജസ്റ്റ് ടിപ്പിൽ മാത്രമാണ് ഇപ്പോൾ ഇടാറ്. അതേപോലെ ഇവിടെ പണ്ടുള്ളവർ ഇവിടെ കോണ്ടോർ ചെയ്തുകൊണ്ട് ഇവിടെ ഫുൾ അങ്ങോട്ട് ഇടും. അത് ഇപ്പോഴത്തെ ട്രെൻഡ് അല്ല. എന്ന് വെച്ചാൽ ഇവിടെ മാത്രം കേട്ടോ, ഇവിടെ മാത്രം ഗ്ലേസിങ് വരുന്നതാണ് ഇപ്പോഴത്തെ ഒരു ഇത്. പിന്നെ ഇവിടെ യെസ്. അപ്പം നമ്മുടെ ലുക്ക് കഴിഞ്ഞു. ലാസ്റ്റ് സെറ്റിംഗ് സ്പ്രേ അടിക്കണം. എൻ്റെ കയ്യിൽ PACD ഉണ്ട്, മാക്കിൻ്റെ ഉണ്ട്. ഞാനത് മാക്കിൻ്റെ ആണ് കേട്ടോ പഠിക്കുന്നത്. ഇത് നമുക്ക് മേക്കപ്പിൻ്റെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അടിച്ചു കൊടുക്കാം, അത് ഹൈഡ്രേറ്റ് ആവാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് ഫിക്സിങ് സ്പ്രേ പോലെ അടിക്കുകയും ചെയ്യാം. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇനി ഞാൻ എൻ്റെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി ഹെയറൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട് എൻ്റെ ഡ്രസ്സ്?
കുറച്ച് ഇംഗ്ലീഷ് സ്റ്റൈലായിട്ട് ദേ ഇതുപോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് ഇട്ടാലും ഇപ്പോൾ ഒരു വൈറ്റ് ഗൗൺ ആണെങ്കിലും നമുക്ക് ഈ ഒരു മേക്കപ്പ് ചെയ്യാം. ഹൈ പോണിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഹൈ ബണ്ണോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ പ്രോഗ്രാമിന് സെറ്റായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ എൻ്റെ ഈ മേക്കപ്പ് ലുക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ അപ്പുറത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി നിൽക്കുക. ടാറ്റാ.